ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ജീവിതത്തിലൂടെ എസ് മനോഹരൻ നടത്തിയ അന്വേഷണ യാത്രയാണ് പി ജയചന്ദ്രൻ മലയാളത്തിന്റെ മധുചന്ദ്രിക എന്ന പുസ്തകം. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ജയചന്ദ്രൻ എന്ന ഗായകൻ ഉരുത്തിരിഞ്ഞ കാലഘട്ടത്തെ വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. പുസ്തകത്തിൽ നിന്നും ഒരു അധ്യായം ഇങ്ങനെയാണ്: എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം, ഇവിടെയാണ് പ്രശസ്തമായ പാലിയം നായർ കുടുംബം. 1952 ഭാഗം വയ്ക്കുന്നതുവരെ ഇതായിരുന്നു ഏറ്റവും വലിയ ഹിന്ദു കൂട്ടുകുടുംബം. കൊച്ചി രാജകുടുംബാംഗങ്ങളോ നമ്പൂതിരിമാരോ ആയിരുന്നു ഈ കുടുംബത്തിലെ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നത്. ഈ രീതിയനുസരിച്ച് പാലിയത്ത് സുഭദ്രക്കുഞ്ഞമ്മയും കൊച്ചി രാജകുടുംബാംഗമായ രവിവർമ്മ കൊച്ചനേൻ തമ്പുരാനും വിവാഹിതരായി. ഈ ദമ്പതികൾക്ക് 5 കുട്ടികൾ. അതിലെ മൂന്നാമത്തെ കുട്ടിയാണ് ജയൻകുട്ടൻ. 1944 മാർച്ച് 3, 1119 കുംഭം 20 വെള്ളിയാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ജനനം. അതാണ് മലയാള ചലച്ചിത്ര സംഗീത നഭസ്സിലെ പൗർണമി ചന്ദ്രനായി ഉദിച്ചുയർന്ന പാലിയത്ത് ജയചന്ദ്രൻ. 3 വയസ്സുവരെ എറണാകുളത്ത് പനമ്പള്ളി നഗറിന് സമീപം രവിപുരത്ത് പണികഴിപ്പിച്ച അതിമനോഹരമായ ഭദ്രാലയം പാലസിൽ. അമ്മയുടെ പേര് സുഭദ്ര. അതായിരുന്നു വീടിന് ഭദ്രാലയം എന്ന് പേരിടാൻ കാരണം. ഇവിടെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരങ്ങളായ സുധാകരൻ, സരസിജ എന്നിവരോടൊപ്പം ബാല്യകാലത്തിൻ്റെ തുടക്കം. ഇവിടെ ഓരോ കാര്യത്തിനും പ്രത്യേകം ജോലിക്കാറുണ്ടായിരുന്നു. കുട്ടപ്പൻ നായർ, ഭവാനിയമ്മ, അമ്മുക്കുട്ടിയമ്മ തുടങ്ങി അങ്ങനെ ജയൻകുട്ടൻ്റെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന നല്ലവരായ കുറേ മനുഷ്യർ. സമൃദ്ധിയുടെ നല്ല നാളുകളായിരുന്നു ഇവിടെ. വീട്ടിൽ പാചകം ചെയ്യുന്നതിന് പ്രത്യേകം നമ്പൂതിരിമാരെ ഏർപ്പാടാക്കിയിരുന്നു. അതിനുശേഷം ഈ വീട് വിറ്റിട്ട് എറണാകുളത്ത് വാരിയം റോഡിൽ ശാന്തിഭവനം വാങ്ങി അങ്ങോട്ടേക്ക് താമസം മാറ്റി. ഇവിടെ വെച്ച് ഇളയ 2 സഹോദരങ്ങൾ കൂടി ജനിച്ചു, കൃഷ്ണകുമാറും ജയന്തിയും. ഇവിടെ താമസിക്കുന്ന സമയത്ത് 1948 രാഷ്ട്രപിതാവിൻ്റെ ഭൗതികാവശിഷ്ടം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നത് കാണാൻ പോയതായി ജയൻകുട്ടൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതിനുശേഷം അച്ഛൻ ഈ വീട് ചിറ്റൂർ നമ്പൂതിരിക്ക് 16,000 രൂപയ്ക്ക് വിറ്റു. അതിൽ 7,000 രൂപ മാത്രമാണ് അവർ ആദ്യം കൊടുത്തത്. ഈ തുക കൊടുത്ത് അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്ന കറുത്ത മോറിസ് മൈനർ കാർ വാങ്ങി. ബാക്കി തുക വാങ്ങാൻ അദ്ദേഹം മറന്നുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് വീട് വാങ്ങിയ ആൾ ബാക്കി തുക കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തുക നിങ്ങൾ തരാനില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കാൻ അച്ഛൻ ശ്രമിച്ചു. പക്ഷേ നല്ലവരായ അവർ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി രൂപ അച്ഛനെ ഏൽപ്പിച്ചു. അവിടെ നിന്നും എല്ലാവരുമായി ചേന്ദമംഗലം പാലിയത്തേക്കു താമസം മാറ്റി. അവിടെ പാലിയം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നു. അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം. 3-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഇവിടുത്തെ ബാല്യകാല ജീവിതമാണ് ജയചന്ദ്രൻ്റെ മനസ്സിലെ ഏറ്റവും മധുരവും ഹൃദ്യവും ഗ്രഹാതുരത്വവും നിറഞ്ഞ ദിവസങ്ങൾ. ഓണക്കാലം പ്രത്യേകിച്ചും മധുരം. ഓണത്തപ്പനും ഓണപ്പൂക്കളും ഓണസദ്യയും എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത അനുഭവങ്ങളാണ്. തറവാട്ടിലെത്തുന്ന കുശവന്മാർക്ക് പഴംപുഴുക്കും ഉപ്പേരിയും കൊടുത്ത് കൊച്ചു കളിമണ്ണുടുപ്പും കലങ്ങളും കളിമണ്ണിൽ തീർത്ത മറ്റു ശില്പങ്ങളും വാങ്ങിയിരുന്നത് ഇന്നലത്തെ പോലെ ഇന്നും മായാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ച് അച്ഛനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. മോറിസ് മൈനറിൽ കയറ്റി കുട്ടികളെ ആലുവ ചൊവ്വരയിൽ പെരിയാറിൽ കുളിക്കാൻ കൊണ്ടുപോകും. കുളി കഴിഞ്ഞ ഉടനെ അന്ന് കൊണ്ടുപോയ സോപ്പെല്ലാം ആറ്റിലേക്ക് വലിച്ചെറിയാൻ പറയും. ഇത് കുട്ടികൾക്ക് വളരെ രസകരമായ ഒരു വിനോദമായാണ് അന്ന് തോന്നിയത്. അടുത്ത പ്രാവശ്യം അച്ഛൻ എല്ലാവർക്കും പുതിയ സോപ്പ് വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് വന്നിരുന്ന് കൊതുകുവല ഇട്ടുകൊടുക്കും. അത് കുട്ടികൾക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഉറങ്ങാൻ സമയമാകുമ്പോൾ 1, 2, 3 എന്നിങ്ങനെ എണ്ണും. 3 എണ്ണിക്കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നിരിക്കണം. അത് അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു. പിന്നീട് 1952 ഭാഗപ്രകാരം കിട്ടിയ ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറുകയും അവിടെയുള്ള കമ്പനി സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ ചേരുകയും ചെയ്തു. അതിനുശേഷം ആലുവയിൽ തോട്ടക്കാട്ടുകര ശിവക്ഷേത്രത്തിന് സമീപം താമസം മാറി. അവിടെയുള്ള കണ്ണുപിള്ള ബിൽഡിംഗ്സ് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഇവിടേക്ക് താമസം മാറിയപ്പോൾ ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ 5-ാം ക്ലാസ്സിൽ ചേർന്നു. 7-ാം ക്ലാസ് വരെ അവിടെ പഠനം തുടർന്നു. ആലുവയിൽ വെച്ചാണ് സംഗീതവുമായുള്ള ബന്ധം തുടങ്ങുന്നത്. ആലുവ സെൻറ് ഡൊമിനിക് പള്ളിയിൽ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ടാണ് തുടക്കം. അവിടെയുള്ള ഒരു വർഗീസ് ചേട്ടൻ തോളത്തിരുത്തി കൊണ്ടുപോകും. ഇതുകൂടാതെ അമ്മയുടെ നിർദ്ദേശപ്രകാരം മൃദംഗ പഠനവും ആരംഭിച്ചു. രാമസുബ്ബയ്യർ എന്ന സംഗീത അധ്യാപകൻ എറണാകുളത്തു നിന്നും വീട്ടിൽ വന്ന് മൃദംഗം പഠിപ്പിക്കുമായിരുന്നു. ഈ സമയത്ത് കുട്ടിയായിരുന്ന അനുജൻ കൃഷ്ണകുമാറും സംഗീതാധ്യാപകനും തമ്മിലുള്ള രസകരമായ പല കുസൃതികളും ഇന്നും ഗായകൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഇക്കാലയളവിൽ ജയചന്ദ്രനിലെ ഗായകനിൽ നാടകഗാനങ്ങളും തമിഴ് സിനിമാ ഗാനങ്ങളും ശക്തമായി സ്വാധീനം ചെലുത്തി തുടങ്ങി. MGR, ശിവാജി ഗണേശൻ തുടങ്ങിയ തമിഴ് സിനിമയിലെ മഹാനടന്മാരെക്കുറിച്ചും അറിവും ആരാധനയും ഇക്കാലത്ത് അദ്ദേഹത്തിൽ ശക്തമായിരുന്നു.
ഈ സമയത്തുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു നദിയുണ്ട്, പെരിയാർ. അനുജനും കൂട്ടുകാരുമൊത്ത് ഇതിലുള്ള കുളിയും നീന്തലും മറ്റു കളികളും ഇന്നും മധുരം പകരുന്ന ഓർമ്മകളാണ്. പിൽക്കാലത്ത് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പെരിയാറിൻ്റെ മാതൃകത്വവും പേരാറിൻ്റെ ശാലീനതയും. അവയെ മലയാളികൾ ഇന്നും എന്നും സ്നേഹിക്കുന്ന രണ്ട് നടിമാരോടും ഗായികമാരോടും എഴുത്തുകാരോടും ഉപമിച്ചിട്ടുണ്ട്. ശാരദ പേരാറാണെങ്കിൽ ഷീല പെരിയാറാണ്. അതുപോലെ നമ്മുടെ പ്രിയ ഗായികമാരായ ജാനകിയമ്മയും പേരാറും സുശീലാമ്മ പെരിയാറും. ലളിത സുന്ദര പദങ്ങൾ കൊണ്ട് തെളിഞ്ഞ മലയാള ഭാഷയിൽ ഗാനങ്ങൾ എഴുതിയ പി ഭാസ്കരൻ പേരാറും മതപര സുന്ദര ഗാവനകൾ മനസ്സിൽ നിറയ്ക്കുന്ന ഗാനങ്ങൾ സമ്മാനിച്ച വയലാർ പെരിയാറും. ഒരാൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് വിഷുക്കൈനീട്ടം നൽകുമ്പോൾ രണ്ടാമത്തെയാൾ വിളക്കു കെടുത്തി നൽകുന്ന വിഷുക്കൈനീട്ടം മലയാളികൾക്ക് കാണിച്ചു തരുന്നു. ഭാഗം ചെയ്തു കിട്ടിയ ഇരിങ്ങാലക്കുട പാലിയത്തിൽ ജീവിതം തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഇവിടെയുള്ള നാഷണൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർന്നു. ഈ സ്കൂളും ഇവിടുത്തെ അധ്യാപകരും വെള്ളിയാഴ്ചകളിലെ സാഹിത്യ സമാജവുമാണ് പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായിച്ചത്. ഇതിലെടുത്തു പറയേണ്ട ഒരു ഗുരുനാഥനുണ്ട്, KV രാമനാഥൻ മാഷ്. അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ അനവധി ഗാനങ്ങൾ ഒറ്റയ്ക്കും സംഘം ചേർന്നും ജയചന്ദ്രൻ ആലപിച്ചുകൊണ്ടേയിരുന്നു ഈ കാലയളവിൽ. അതിലിന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് രാമനാഥൻ മാഷ് എഴുതി ഈണമിട്ട വേദന തിങ്ങിയ കരളുകളെ എന്ന് തുടങ്ങുന്ന ഗാനം. അതുകൂടാതെ ഇരിങ്ങാലക്കുട പയനിയർ തിയേറ്ററിൽ നിന്നൊഴുകി വരുന്ന തമിഴ് പാട്ടുകളും നാടകഗാനങ്ങളും ഈ ഗായകൻ്റെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പി സുശീലാമ്മയുടെ പാട്ടുകൾ. കൂടാതെ TMS, PBS, AM രാജ എന്നിവരുടെ പാട്ടുകളും സാഹിത്യ സമാജത്തിന് ആദ്യമായി പാടിയതായി അദ്ദേഹം ഓർമ്മിക്കുന്നത് വാരായോ വെണ്ണിലാവേ കേളായോ എന്തക്കഥയെ എന്ന് തുടങ്ങുന്ന തമിഴ് ഗാനമാണ്. ഇവിടുത്തെ പഠനകാലം പി ജയചന്ദ്രൻ എന്ന ഗായകൻ്റെ ഗാനാലാപന സാധ്യതകളെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്നു. 1958 ആദ്യമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ സ്കൂൾ യുവജനോത്സവം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജയചന്ദ്രൻ ലളിത സംഗീതത്തിലും മൃദംഗത്തിലും പങ്കെടുത്തു. മൃദംഗത്തിന് 1ാം സ്ഥാനവും ലളിത സംഗീതത്തിന് 2ാം സ്ഥാനവും ലഭിച്ചു. ലളിത സംഗീതത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും KJ യേശുദാസിനാണ് അന്ന് 1ാം സമ്മാനം കിട്ടിയത്. ആഘോഷങ്ങളുടെ സമാപന പരിപാടികളിൽ ജയചന്ദ്രൻ മൃദംഗം വായിച്ചു. യേശുദാസ് ശാസ്ത്രീയ സംഗീതം പാടുകയുമുണ്ടായി. തുടർന്നുള്ള 3 വർഷങ്ങളിൽ മൃദംഗത്തിനും ലളിത സംഗീതത്തിനും 1ാം സമ്മാനം പി ജയചന്ദ്രനായിരുന്നു. ഇക്കാലയളവിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്റർ സ്കൂൾ അണ്ടർസ്റ്റാൻഡിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ഈ ക്യാമ്പിൻ്റെ മുഖ്യ ആകർഷണീയത കുട്ടികളുടെ ഏവരുടെയും ആരാധ്യ പുരുഷനായിരുന്ന ചാച്ചാ നെഹ്റു ആയിരുന്നു. അദ്ദേഹത്തെ അടുത്തു കാണുന്നതിനും ഇടപഴകുന്നതിനും ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും സാധിച്ചു എന്നുള്ളത് ഒരു അഭിമാനമായി ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ പോയത് കാരണം കുറേ ക്ലാസുകൾ നഷ്ടപ്പെട്ടു. കൂടാതെ പഠിത്തത്തിൽ കണക്കിന് കുറച്ച് പിറകോട്ടായിരുന്നു. ഇക്കാരണങ്ങളാൽ 1960 10ാം ക്ലാസ്സിൽ തോറ്റു. വീണ്ടും സ്കൂളിൽ ചേർന്ന് പഠിച്ചു. 1961 10ാം ക്ലാസ് ജയിച്ചു. തുടർന്ന് 1962 ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. കുന്നിൻ്റെ മുകളിലുള്ള ഈ കോളേജിൻ്റെ മനോഹാരിതയും ഇവിടുത്തെ ഓർമ്മകളും ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഗബ്രിയേലച്ചൻ. എല്ലാവർക്കും അദ്ദേഹത്തോട് ഭയവും ബഹുമാനവും സ്നേഹവുമായിരുന്നു. രാവിലെ ക്ലാസ് സമയത്ത് അദ്ദേഹം കർക്കശക്കാരനായ ഒരു പ്രധാന അധ്യാപകനാണെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വരുമ്പോൾ കൂടെ കളിക്കുന്ന ഒരു സുഹൃത്താണ്. അതായിരുന്നു ഗബ്രിയേലച്ചൻ. ഈ 100ാം വയസ്സിലും അദ്ദേഹം പ്രവർത്തന നിരതനാണ്. 2014 പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. ഇപ്പോൾ അദ്ദേഹം തൃശൂർ അമല ആശുപത്രിയുടെ അമരക്കാരനാണ്. ജയചന്ദ്രന് ഇത് സ്ത്രൈണ ശബ്ദത്തിൽ നിന്ന് പുരുഷ ശബ്ദത്തിലേക്ക് മാറുന്ന സമയമായിരുന്നു. അതുകൊണ്ട് പാട്ട് പാടുന്നതിന് വളരെ പ്രയാസമായിരുന്നു. അക്കാരണത്താൽ ജയചന്ദ്രനുള്ള ഗായകന് ഈ കാലയളവിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. തുടർന്ന് അവിടെ തന്നെ BSc സുവോളജിയും പഠിച്ചു. ക്രിക്കറ്റ് കളിയായിരുന്നു ഈ സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന വിനോദം. പിൽക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത മേഖലകളിൽ തിളങ്ങിയ OK ശ്രീധരൻ എന്ന സുഹൃത്തായിരുന്നു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. കളിയുടെ ആദ്യകാലങ്ങളിൽ ജയചന്ദ്രൻ ചേട്ടൻ സുധാകരനായിരുന്നു ടീമിനെ പരിശീലിപ്പിച്ചിരുന്നത്. അനുജൻ കൃഷ്ണകുമാറും ടീമിൽ അംഗമായിരുന്നു. അനുജനും OKയും ബൗളർമാരായിരുന്നെങ്കിൽ ജയചന്ദ്രൻ ബാറ്റ്സ്മാനായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിലും തൃശൂർ കേരളവർമ്മ കോളേജിലുമൊക്കെ മത്സരത്തിന് പോയിരുന്നു. ഈ സമയങ്ങളിൽ എല്ലാവരും ഉച്ചയ്ക്ക് ലഘുഭക്ഷണം കഴിക്കുമ്പോൾ ജയചന്ദ്രന് ഊണ് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതായി കൂട്ടുകാരനായ OK ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർക്ക് പോകുമ്പോൾ അവിടുത്തെ പ്രശസ്തമായ പത്തൻസ് എന്ന വെജിറ്റേറിയൻ ഹോട്ടലിലെ ആഹാരവും കഴിക്കാൻ പ്രത്യേകം താൽപ്പര്യപ്പെട്ടിരുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടുകാരുമൊത്ത് ഭാർഗവീ നിലയം സിനിമ കണ്ടതിനെക്കുറിച്ചും
ഗൃഹാതുരത്വം തുളുമ്പി നിൽക്കുന്ന അനുഭവങ്ങൾ ഈ ഗായകൻ ഇന്നും ഓർമ്മയിൽ നിധി പോലെ സൂക്ഷിക്കുന്നു. ഏകദേശം 25 പരം പ്രാവശ്യം ആ സിനിമ കണ്ടിരിക്കും. അതിലെ ഓരോ പാട്ടും ഓരോ വരിയും അദ്ദേഹത്തിന് കാണാപ്പാഠമാണ്. അവിടെ അടുത്ത് ഒരു ചെറിയ കുടിലിന് ഭാർഗവീ നിലയം എന്ന് പേരിട്ട് അതിൽ കൂട്ടുകാർ കുറേ കാലം ഒത്തുകൂടിയിരുന്നു. ഈ സമയം ചേട്ടൻ സുധാകരൻ ഒറീസയിൽ പോയി വെറ്ററിനറി മെഡിസിനിൽ ബിരുദം നേടി തിരിച്ചെത്തി മദിരാശിയിൽ ഷാവാലസ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹവും അന്ന് പിന്നണി ഗാനരംഗത്ത് ഉയരാൻ തുടങ്ങിയിരുന്നു. KJ യേശുദാസും തമ്മിൽ ചങ്ങാതിമാരായി. യേശുദാസ് ചേട്ടൻ്റെ താമസസ്ഥലത്ത് കൂടെ വരികയും അവർ ഒന്നിച്ച് ഗാനമേളയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. യേശുദാസിൻ്റെ ഗാനമേളകളിൽ കാത്തിരുന്ന നിക്കാഹ് എന്ന സിനിമയിൽ യേശുദാസ് പാടിയ അഗാധ നീലിമയിൽ അപാര ശൂന്യതയിൽ എന്ന ഗാനം കൂടിപ്പോയിരുന്ന തൻ്റെ ചേട്ടൻ പാടുമായിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ചേട്ടൻ തന്നേക്കാൾ നല്ല ഗായകനായിരുന്നുവെന്ന് ജയചന്ദ്രൻ വിലയിരുത്തുന്നു. കോളേജിലെ ഒരു ഒഴിവ് കാലത്ത് മദിരാശിയിൽ ചേട്ടനെ സന്ദർശിക്കുമ്പോൾ അവിടെ വെച്ച് 1958 സംസ്ഥാന യുവജനോത്സവത്തിന് ശേഷം യേശുദാസിനെ വീണ്ടും കണ്ടുമുട്ടി. ആ ഒഴിവുകാലം അവർ മൂവരും ഒന്നിച്ച് ആഘോഷിച്ചു. ആ സമയത്ത് പ്രധാനമായും 2 കാര്യങ്ങൾ ജയചന്ദ്രൻ പറയുന്നുണ്ട്. രേവതി സ്റ്റുഡിയോയിൽ യേശുദാസിനൊപ്പം മാണിക്യവീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ എന്ന ഗാനത്തിൻ്റെ റെക്കോർഡിങ്ങിന് കൂടെ പോയത്. അവിടെ വെച്ചാണ് പിൽക്കാലത്ത് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തൻ്റെ ഗുരുനാഥനായി മാറിയ ദേവരാജൻ മാസ്റ്ററെ ആദ്യമായി കാണുന്നത്. അതുപോലെ തന്നെ ജയചന്ദ്രനും ചേട്ടനും യേശുദാസും ഒരു ബൈക്കിൽ താജ്മഹൽ എന്ന ഹിന്ദി സിനിമ കാണാൻ പോയതും തിരിച്ചു വന്നിട്ട് സിനിമയിലെ രംഗങ്ങൾ അനുകരിച്ച് ജയചന്ദ്രനെ നായകനാക്കി വേഷം കിട്ടി ചുറ്റും നിന്ന് ചേട്ടനും യേശുദാസും പാടിയതും. 1965 ഡിഗ്രി എടുത്ത ശേഷം ജയചന്ദ്രൻ ജോലി തേടി മദിരാശിയിലേക്ക് യാത്രയായി. അവിടെ അമ്മയുടെ ഏകത സഹോദരൻ വിജയനച്ചൻ നുങ്കമ്പത്ത് താമസമുണ്ട്. അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മാവനെ കണ്ടു. അദ്ദേഹം അവിടെ താമസിപ്പിച്ചു. ആ സമയത്ത് ഇന്ത്യ പാക് യുദ്ധഫണ്ടിലേക്കുള്ള ധനശേഖരണാർത്ഥം നടത്തിയ ഒരു ഗാനമേളയിൽ പാടാൻ അവസരം ലഭിച്ചു. MBSന്റെ നേതൃത്വത്തിലായിരുന്നു ഗാനമേള. ഏതോ കാരണത്താൽ യേശുദാസിന് ഇതിൽ പങ്കെടുക്കാനായില്ല. അങ്ങനെ അദ്ദേഹം പാടേണ്ടിയിരുന്ന പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ചൊട്ട മുതൽ ചുടല വരെ എന്ന് തുടങ്ങുന്ന ഗാനം പാടാൻ അവസരം കിട്ടി. നന്നായി പാടി എന്നാണ് കേട്ട പലരും ജയചന്ദ്രനോട് പറഞ്ഞത്. എന്തായാലും ഇതു കാരണം ചന്ദ്രതാര പ്രൊഡക്ഷൻസിൻ്റെ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിൽ പാടുവാൻ ക്ഷണം കിട്ടി. വിൻസെൻ്റ് മാസ്റ്റർ, RS പ്രഭു, ശോഭന പരമേശ്വരൻ നായർ എന്ന പരമോണ്ണൻ എന്നിവരാണ് ജയചന്ദ്രനെ ഇതിലേക്കായി വന്ന് കണ്ടത്. രേവതി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. BA ചിദംബരനാഥനായിരുന്നു സംഗീത സംവിധായകൻ. താൻ പാടിയാൽ ശരിയാകുമോ എന്ന് ഭയന്നാണ് റെക്കോർഡിങ്ങിന് പോയത്. ഈ മാനസിക പിരിമുറുക്കം കാരണം ആദ്യ ദിവസം പാട്ട് പാടിയത് ശരിയായില്ല. ഇത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. പക്ഷേ അവർ വിട്ടില്ല. പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വീണ്ടും പാടാൻ നിർബന്ധിച്ചു. 2ാമത്തെ ദിവസം അത് നന്നായി പാടാൻ സാധിച്ചു. ഒരു യുഗ്മഗാനമായിരുന്നു അത്. ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി നീന്തി വന്നേ, ഒന്നാം കടലിൽ മുങ്ങാങ്കുഴിയിട്ടൊന്നാം തിരമാല ഒന്നാം തിരമാല. കോഴിക്കോട്ടുകാരിയായ പ്രേമ എന്ന ഗായികയാണ് കൂടെ പാടിയത്. അവർ അപ്പോൾ തന്നെ ചില പടങ്ങളിൽ പാടിയിരുന്നു. ചേട്ടത്തി എന്ന സിനിമയിൽ യേശുദാസുമൊത്ത് പ്രേമ പാടിയ 16 വയസ്സ് കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിടർന്നാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും എന്ന യുഗ്മഗാനം അപ്പോൾ നല്ല ജനപ്രീതി നേടിയിരുന്നു. കുഞ്ഞാലി മരക്കാറിൽ ഇതുകൂടാതെ മറ്റ് രണ്ട് സംഘഗാനങ്ങൾ കൂടി പാടി. ഈ പാട്ടിനു ശേഷം വിൻസെൻ്റ് മാസ്റ്റർ, നന്നായി പാടുന്ന ഒരു നല്ല ശബ്ദത്തിൻ്റെ ഉടമയായ ജയചന്ദ്രൻ എന്ന ഒരു പുതിയ പയ്യനുണ്ട്, അവനെ മാസ്റ്റർ ഒന്ന് പാടിച്ചു നോക്കണം എന്ന് ദേവരാജൻ മാസ്റ്ററോട് പറഞ്ഞു. അദ്ദേഹത്തെ കാണാൻ ചെന്നപാടെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞ ഉടനെ ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന് ഉപദേശിച്ചു. വിൻസെൻ്റ് മാസ്റ്ററിൻ്റെ നിർബന്ധപ്രകാരം M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കളിത്തോഴൻ എന്ന സിനിമയിൽ താരുണ്യം തന്നുടെ താമരപ്പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ ഓടിപ്പോകാതെ പോകാതെ പൊന്മാനെ എന്ന് തുടങ്ങുന്ന ഗാനം പാടാൻ അവസരം കിട്ടി. വിജയ ഗാർഡൻ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ്. നല്ലവണ്ണം പരിശീലിപ്പിച്ച ശേഷം റെക്കോർഡ് ചെയ്തു. 1965 തന്നെയായിരുന്നു ഇതിൻ്റെയും റെക്കോർഡിംഗ് സമയത്ത് സംവിധായകൻ M. കൃഷ്ണൻ നായർ, മലയാള സിനിമയിലെ എക്കാലത്തെയും നിത്യഹരിത നായകൻ പ്രേം നസീർ, ഭാസ്കരൻ മാസ്റ്റർ എന്നിവരും അവിടെയുണ്ടായിരുന്നു. ഇതൊരു ശരാശരി ഗാനമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ദേവരാജൻ മാസ്റ്റർക്കും ഇഷ്ടമായി എന്ന് തോന്നി. കാരണം അത് കഴിഞ്ഞ് അതിലെ 2ാമത്തെ ഗാനം കൂടി പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്തു. എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമചകോരി എന്ന് തുടങ്ങുന്ന പാട്ട് പാടി. ഇത് പാടിക്കഴിഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടായ നിർവൃതി 50 വർഷങ്ങൾക്ക് ശേഷവും ജയചന്ദ്രൻ്റെ മനസ്സിൽ മായാതെ മധുചന്ദ്രിക ചുരുങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ റെക്കോർഡിങ്ങിന് M. കൃഷ്ണൻ നായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
മറ്റുള്ളവർ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ജയചന്ദ്രൻ ആശിച്ചിരുന്നു. പക്ഷേ ഈ പാട്ട് റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് ഇത് യേശുദാസിനുള്ള പാട്ടാണ്, നിന്നെക്കൊണ്ട് വെറുതെ പാടിച്ചു എന്നേ ഉള്ളൂ എന്ന് ദേവരാജൻ മാസ്റ്റർ ജയചന്ദ്രനോട് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കൃഷ്ണൻ നായർ സാറിനോട് ജയചന്ദ്രൻ ഇതേക്കുറിച്ച് തിരക്കിയപ്പോൾ മാസ്റ്റർ വെറുതെ പറഞ്ഞതാണ്, അത് നിന്റെ പാട്ട് തന്നെ, നീ വിഷമിക്കണ്ട എന്ന് സമാധാനിപ്പിച്ചപ്പോൾ മാത്രമാണ് ജയചന്ദ്രന് ആശ്വാസമായത്. മലയാളത്തിൻ്റെ മണം കൊണ്ടും ലളിത പദാവലി കൊണ്ടും അപാരസുന്ദരമായ കൽപ്പനകൾ കൊണ്ടും മലയാള സിനിമാ ഗാനരചനയിൽ ഒന്നാമനായ ഭാസ്കരൻ മാഷിൻ്റേതാണ് ജയചന്ദ്രൻ പാടിയ ആദ്യ 2 സിനിമകളുടെയും ഗാനരചന. അത് വളരെ അപൂർവ ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. ഈ സമയത്ത് ജയചന്ദ്രന് ചെന്നൈയിൽ എണ്ണൂർ എന്ന സ്ഥലത്തുള്ള EID പ്യാരി ഫെർട്ടിലൈസേഴ്സിൽ ഒരു കെമിസ്റ്റായി ജോലി കിട്ടി. എന്നാൽ പാട്ടിലുള്ള അതിയായ താല്പര്യം കാരണം ജോലിയിൽ അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് അധികാരികളെ ചൊടിപ്പിച്ചു. 6 മാസത്തിനകം തന്നെ ജോലി രാജിവെക്കേണ്ടി വന്നു. ഇതിൽ അമ്മാവന് വലിയ നീരസം തോന്നി. കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാത്തു നിൽക്കാതെ അമ്മാവൻ്റെ വീട് വിട്ട് സാമാ ലോഡ്ജിലേക്ക് താമസം മാറ്റിയതായും അദ്ദേഹം പറയുന്നു.